ഹലോ, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വൈറ്റമിൻ ഡിയുടെ ഏറ്റവും മികച്ച ആഹാര സ്രോതസ്സുകളെ പറ്റിയാണ്. ബെസ്റ്റ് ഡയറ്ററി സോഴ്സസ് ഓഫ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ കീ ബെനിഫിറ്റ്സ്, പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്നത് നിങ്ങളുടെ ബോൺ, മസിൽസ്, നെർവ്സ് ഇവയെ ഹെൽത്തിയായി വച്ചിരിക്കും. നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഇംപ്രൂവ് ചെയ്യും, അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടുമെന്ന്. വൈറ്റമിൻ ഡിയുടെ DV അഥവാ DRV ഡെയിലി റെക്കമെൻഡഡ് വാല്യൂ എന്നത് 800 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ്. അതായത് ഒരു ദിവസം നിങ്ങൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഡിയുടെ, നിങ്ങളുടെ ശരീരത്തിന് ലഭിച്ചിരിക്കേണ്ട വൈറ്റമിൻ ഡിയുടെ അളവെന്ന് പറയുന്നത് 800 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണെന്ന്. നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഡിനെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യും ഡയറക്റ്റ് സൺലൈറ്റിലൂടെ. സൂര്യപ്രകാശത്തിലൂടെ ആവശ്യത്തിന് വൈറ്റമിൻ ഡി കിട്ടുന്നില്ല, അല്ലെങ്കിൽ സൂര്യപ്രകാശമേ കിട്ടുന്നില്ല, ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന വൈറ്റമിൻ ഡി സമൃദ്ധമായി അടങ്ങിയ ആഹാര സ്രോതസ്സുകളെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്പർ 1, ഓയിലി ഫിഷസ്. വളരെ വലിയ തോതിൽ തന്നെ വൈറ്റമിൻ ഡി ഈ ഓയിലി ഫിഷസിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് മത്തി അല്ലെങ്കിൽ ചാള എന്ന പേരിൽ അറിയപ്പെടുന്ന മത്സ്യമാണ്. ഈ ഒരു ചെറിയ മത്സ്യം 24 മുതൽ 27% വൈറ്റമിൻ ഡി പ്രദാനം ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിന്, അതും വെറും 100 ഗ്രാമിൽ നിന്ന് മാത്രം. ഫാറ്റി ഫിഷിൽ ഏറ്റവും കൂടുതൽ അളവിൽ വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്ന ഒരു മത്സ്യം എന്ന് പറയുന്നത് സാൽമൺ ആണ്. ഇതിൽ വൈറ്റമിൻ ഡിയുടെ അളവെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ ഡിയുടെ, നമ്മുടെ ശരീരത്തിന് ലഭിച്ചിരിക്കേണ്ട വൈറ്റമിൻ ഡിയുടെ ഏകദേശം 66%-ഓളം ഈ സാൽമൺ ഫിഷ് വെറും 100 ഗ്രാം കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരും. സാൽമണിന്റെ കേസ് പറയുകയാണെങ്കിൽ 2 തരത്തിലുണ്ട്. അതിലൊന്ന് പ്രകൃതിദത്തമായ ജലാശയങ്ങളിൽ പ്രകൃതിയോട് ഇണങ്ങി വളരുന്നവ. അതിൽ രണ്ടാമത്തേത് ഭക്ഷണത്തിന് വേണ്ടി മനുഷ്യർ മത്സ്യകൃഷിയിലൂടെ ഉണ്ടാക്കുന്നവ, അല്ലെങ്കിൽ അക്വാ കൾച്ചറിലൂടെ ഉണ്ടാക്കുന്നവ. ഇതിൽ കൂടുതൽ അളവിൽ വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നത് പ്രകൃതിദത്തമായ ജലാശയങ്ങളിൽ വളരുന്ന സാൽമണിനാണ്. ഇനി അടുത്തൊരു മത്സ്യം എന്ന് പറയുന്നത് അയലയാണ്. ഒരു 100 ഗ്രാം അയല എടുക്കൂ, ഇത് നിങ്ങൾക്ക് 640 ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി തരും. അയല പറഞ്ഞു, മത്തി പറഞ്ഞു, സാൽമണിന് വരെ പറഞ്ഞു. ചൂര മത്സ്യത്തെ മറക്കരുതല്ലോ. ചൂര മത്സ്യവും വൈറ്റമിൻ ഡിയുടെ പ്രധാനപ്പെട്ട ഒരു ഫുഡ് സോഴ്സ് ആണ്. 100 ഗ്രാം ചൂര മത്സ്യത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഡിയുടെ അളവ് ഏകദേശം 34%-ഓളമാണ്. നമ്പർ 2, എഗ് യോക്ക്. മുട്ടയിലെ മഞ്ഞക്കരുവാണ് വൈറ്റമിൻ ഡിയുടെ മറ്റൊരു ഇമ്പോർട്ടന്റ് ഫുഡ് സോഴ്സ്, എസ്പെഷ്യലി ഫ്രീ റേഞ്ച് ചിക്കൻസിൽ നിന്നുണ്ടാകുന്ന മുട്ടയുടെ മഞ്ഞക്കരുവിന്. എന്താണ് ഈ ഫ്രീ റേഞ്ച് ചിക്കൻസ്? കോഴികളെ കൂടിനുള്ളിലിട്ട് സൂര്യപ്രകാശം ഒട്ടും തന്നെ കൊള്ളാത്ത രീതിയിൽ വളർത്താതെ അവയെ ഫ്രീ ആയി വിട്ട് സൺലൈറ്റ് ഡയറക്റ്റ് കൊള്ളുന്ന രീതിയിൽ വളർത്തുന്ന കോഴികളില്ലേ, അവയിൽ നിന്നുണ്ടാകുന്ന മുട്ടയുടെ മഞ്ഞക്കരുവിനാണ് വൈറ്റമിൻ ഡി നല്ലൊരളവിൽ അടങ്ങിയിരിക്കുന്നത്. കൂടുകളിൽ ഇട്ട് വളർത്തുന്ന കോഴികളെ അപേക്ഷിച്ച് ഫ്രീ ആയി വിട്ട് വളർത്തുന്ന കോഴികളിൽ നിന്നുണ്ടാകുന്ന മുട്ടയുടെ മഞ്ഞക്കരുവിന് വൈറ്റമിൻ ഡിയുടെ അളവ് ഡബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ട്രിപ്പിൾ ആയിരിക്കും. നമ്പർ 3, ഫോർട്ടിഫൈഡ് ഫുഡ്സ്. എന്താണ് ഈ ഫോർട്ടിഫൈഡ് ഫുഡ്സ് എന്ന് പറയുന്നത്? ചില ഫുഡ് കമ്പനികൾ അവരുടെ പ്രോഡക്റ്റ് വിപണിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപേ ഈ പ്രോസസിംഗ് ടൈമിൽ അതിൽ വൈറ്റമിൻ ഡി ആഡ് ചെയ്യും. ഈ ഒരു പ്രൊസീജിയറിനെയാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രൊഡക്റ്റിന്റെ ലേബലിൽ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ന പ്രോഡക്റ്റ് ഫോർട്ടിഫൈഡ് വിത്ത് വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ എന്നൊക്കെ. അതിൽ ചില എക്സാമ്പിൾസ് ആണ് കൗ മിൽക്ക്, ഓറഞ്ച് ജ്യൂസ്, സീരിയൽസ് എറ്റ്സെട്ര. ഓൾറൈറ്റ്, ഈ ഫോർട്ടിഫൈഡ് ഫുഡ്സിനെ മാറ്റി നിർത്തിയാൽ ബാക്കി പറഞ്ഞതെല്ലാം നോൺ വെജിറ്റേറിയൻസിന് വേണ്ടിയാണ്. എങ്കിൽ പാവം വെജിറ്റേറിയൻസിന് ഈ വൈറ്റമിൻ ഡിയുടെ ഫുഡ് സോഴ്സ് എന്താണുള്ളത്? അതിനും പരിഹാരമുണ്ട്. അതാണ് മഷ്റൂം, കൂണുകൾ. ചില സ്പെസിഫിക് ആയ മഷ്റൂംസ് വെജിറ്റേറിയൻസിന് അല്ലെങ്കിൽ വീഗൻസിന് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ദ ഓൺലി നാച്ചുറൽ എഡിബിൾ പ്ലാന്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി ഈസ് മഷ്റൂംസ്. ഇന്ന് ഈ ലോകത്ത് കഴിക്കാൻ സാധിക്കുന്ന വൈറ്റമിൻ ഡിയുടെ പ്ലാന്റ് ഫുഡ് സോഴ്സ് അതൊന്നേ ഉള്ളൂ, അതാണ് മഷ്റൂംസ് എന്നത്. ഒരുപാട് വെറൈറ്റീസിൽ മഷ്റൂംസ് ഉണ്ട്. ഇനം മാറുമ്പോൾ അതിലെ വൈറ്റമിൻ ഡിയുടെ അളവ് മാറും. ഇതിലെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അനിമൽസ് വൈറ്റമിൻ D3യും പ്ലാന്റ്സ് അഥവാ മഷ്റൂംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ D2മാണ്. ബ്ലഡിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കൂടുന്നതിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ D3 ആണ്. സോ നമ്മൾ ആദ്യം പറഞ്ഞു വൈറ്റമിൻ ഡിയുടെ DV അതായത് ഡെയിലി വാല്യൂ എന്നത് 800 IU ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണെന്ന്. ബട്ട് ആക്ച്വലി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഏജ്. 1 വയസ്സിൽ താഴെയാണെങ്കിൽ 400 ഇന്റർനാഷണൽ യൂണിറ്റ്സും 1 മുതൽ 70 വയസ്സ് പ്രായമുള്ള മനുഷ്യർക്ക് ഏകദേശം 600 ഇന്റർനാഷണൽ യൂണിറ്റ്സും 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള മനുഷ്യർക്ക് അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 800 ഇന്റർനാഷണൽ യൂണിറ്റ്സും വൈറ്റമിൻ ഡി കിട്ടിയിരിക്കണം. വൈറ്റമിൻ ഡിയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കാൽസ്യം അബ്സോർപ്ഷൻ ആണ്. ഇവ രണ്ടുമാണ്, ഈ വൈറ്റമിൻ ഡിയും കാൽസ്യവുമാണ് നമ്മുടെ സ്കെൽറ്റൽ ഇന്റഗ്രിറ്റിയും അതുപോലെ ബോണിന്റെ സ്ട്രെങ്തിനും വളരെ പ്രധാനപ്പെട്ടവ. ചില റിസർച്ചുകൾ പറയുന്നത് വൈറ്റമിൻ ഡിക്ക് നമ്മുടെ ശരീരത്തിൽ മറ്റു ആരോഗ്യ ഗുണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ്. അതിലൊന്ന് ക്യാൻസർ റെസിസ്റ്റൻസ്, അർബുദത്തെ തടയും. 2, കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹൃദയ സംബന്ധമായ രോഗങ്ങളെ അകറ്റും. 3, ഡയബറ്റീസ്, പ്രമേഹം. 4, ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം, ഇവയെയും തടയും. സോ ഇപ്പോൾ പറഞ്ഞ രോഗങ്ങളെ തടയാൻ വൈറ്റമിൻ ഡിയുടെ പങ്കിനെ പറ്റി ഇനിയും റിസർച്ചുകൾ നടത്തേണ്ടതുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇന്നത്തെ കാലത്ത് പൊതുവെയുള്ള ഒരു ധാരണയാണ് നമ്മൾ വീടിന്റെ അകത്താണ്
വിൻഡോ വഴി സൺലൈറ്റ് ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നമുക്ക് ഉണ്ടാകില്ല എന്നുള്ളത്. ഇത് തെറ്റായ ഒരു ധാരണയാണ്. കാരണം വിൻഡോസിലെ ഗ്ലാസ് മെറ്റീരിയൽ ചെയ്യുന്നത് വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ സഹായകമാകുന്ന സൺലൈറ്റിൽ നിന്നുള്ള UVB റേഡിയേഷനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. സോ വാസ്തവത്തിൽ ഇതിലൂടെ നമുക്ക് വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ നടക്കില്ല. സിമിലർലി നിങ്ങളുടെ സ്കിന്ന് ഡാർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് മെലാനിൻ പിഗ്മെന്റ് പ്രൊഡക്ഷൻ അധികമാണെന്നാണ് അർത്ഥം. ഈ മെലാനിൻ UVB റേഡിയേഷനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു പിഗ്മെന്റ് ആണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഡാർക്ക് സ്കിന്നുള്ള മനുഷ്യർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതിന്റെ ചാൻസ് വളരെ വലുതാണെന്നാണ്. സോ ഡാർക്ക് സ്കിന്നുള്ള മനുഷ്യർ വൈറ്റമിൻ ഡിക്ക് വേണ്ടി സൂര്യപ്രകാശത്തിനെ മാത്രം ആശ്രയിക്കാതെ വൈറ്റമിൻ ഡി റിച്ച് ആയ ഈ പറഞ്ഞ ഫുഡ് സോഴ്സുകൾ അധികം കഴിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഓവറോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കണ്ടുപിടിക്കുന്നതിന് ഒരു റെഗുലർ ഇന്റർവെല്ലിൽ വൈറ്റമിൻ ഡിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. ബ്ലഡിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറവാണെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് മാർഗനിർദ്ദേശം തേടുക. ഈ വീഡിയോ ഒരു മെഡിക്കൽ അഡ്വൈസ് അല്ല, ജനറൽ അവയർനെസ് മാത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.